ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ, വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് നമ്മളിവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 4 17 മുതലുള്ള തിരുവചനങ്ങൾ. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാനായി എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ അവൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വലിയ അഭിഷേകമാണ് അത് വായിക്കുമ്പോൾ. കൃപ. അവിടെയുള്ള എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകരെ ഏൽപ്പിച്ചതിന് ശേഷം യേശു ഇപ്രകാരം പറഞ്ഞു: ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്തുകളെല്ലാം നിറവേറിയിരിക്കുന്നു. അവർ അവനെ പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. കൃപാവചസ്സുകൾ ഈ 2024 അല്ലെങ്കിൽ 2023 മുതൽ 2033 വരെ കർത്താവിൻ്റെ കൃപയുടെ വർഷം, കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഒഴുക്കുന്ന വർഷം. The years of grace, from the blessings to grace. അനുഗ്രഹങ്ങളിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്ന വർഷം, കർത്താവിൻ്റെ കരുണയും സ്നേഹവും സ്വീകരിക്കുന്ന വർഷം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 4 17 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശക്തി നൽകുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനവും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, അന്ധർക്ക് കാഴ്ചയും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കൃപാവചസ്സുകൾ കൊണ്ട് നിറയട്ടെ നമ്മുടെ ജീവിതങ്ങൾ. അനുഗ്രഹങ്ങളിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപയിലേക്ക് നമുക്ക് വളരാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സൗഖ്യവും കൊണ്ട് നിറയട്ടെ. ആമേൻ.